ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈസൂർ പാലസും ചരിത്ര വിവരണങ്ങളുമായിട്ടാണ്. നമുക്ക് ഈ പാലസിലേക്ക് കടക്കാനായിട്ട് ആകെ 2 ഗേറ്റുകളാണുള്ളത്. ഒന്ന് ഈ മെയിൻ കവാടവും മറ്റൊന്ന് ഫ്രണ്ട് എൻഡ് ഗേറ്റുമാണ്. ഫ്രണ്ട് ഗേറ്റ് തുറക്കാറില്ല. ഈ കവാടമാണ് ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് കയറാനുള്ള ഒരു മെയിൻ കവാടം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ നിൽക്കുക. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല, അപ്പം അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും അറിയിക്കണം കമൻറ്റിലൂടെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പാലസിലേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെരുപ്പ് ഇടണം. ഇതിൽ ചെരുപ്പിട്ടാണ്ട് നമുക്ക് പാലസിൻ്റെ അകത്തേക്ക് കിടക്കാൻ പാടില്ല. മഹ്ഷ്നു എന്ന പേരിൽ നിന്ന് പിൻകാലത്ത് മൈസൂർ എന്ന പേരിലേക്ക് മാറി. കർണാടകയിലെ സാംസ്കാരിക നഗരം അല്ലെങ്കിൽ കൊട്ടാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന മൈസൂരിലെ എത്ര കണ്ടാലും മതി വരാത്ത ഒരു കൊട്ടാരമാണ് ഇത്. പുറം നാട്ടുകാർ ഇതിനെ മൈസൂർ പാലസ് എന്നാണ് വിളിക്കുന്നത്, എങ്കിൽ പ്രദേശവാസികൾ ഇതിനെ അംബാവിലാസ് കൊട്ടാരം എന്നാണ് വിളിക്കുന്നത്. ഒരു കാലത്ത് ഓഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യ ആസൂത്രിതമായി വികസനം നടത്തിയ രാജ്യം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ്. ഇന്ത്യ രാജ്യത്ത് അതിവേഗം വളർന്നു വരുന്ന നഗരമാണ് മൈസൂർ. ഒരു കാലത്ത് മൈസൂർ എന്ന പേരിലായിരുന്നു കർണാടക സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ കൊട്ടാരം ആയിരുന്നില്ല യഥാർത്ഥത്തിൽ മൈസൂർ കൊട്ടാരം. ഓഡയാർ രാജാക്കന്മാർ മൈസൂരിന് കീഴടക്കാൻ നേരത്ത് ഇതൊരു തടിയിലായിരുന്നു ഈ കൊട്ടാരം നിന്നിരുന്നത്. മൈസൂർ കെസറയുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി കൊട്ടാരം നിർമ്മിച്ചത്. അതിനുശേഷം നിരവധി തവണ നവീകരണം ചെയ്തിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ. 400 വർഷം മൈസൂർ ഭരിച്ച രാജവംശമാണ് ഓഡയാർ രാജവംശം. മൈസൂരിൻ്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നായിരുന്നു ഓഡയാർ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ അവർ തന്നെയായിരുന്നു മൈസൂർ ഭരിച്ചിരുന്നത്. അഥവാ 1399 മുതൽ 1761 വരെയും ശേഷം 1799 മുതൽ ശേഷം 1947 വരെയും. ഇന്ത്യ രാജ്യത്ത് നാട് ഭരിച്ച രാജവംശം വേറെ ഇല്ല എന്നാണ് പറയുന്നത്. കർണാടകയുടെ സംസ്ഥാന ഉത്സവമായ ദസറ 1610 ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നത്. ദസറ എന്ന് പറയുന്നത് തിന്മയുടെ മേലിൽ നന്മ ആധിപത്യം സ്ഥാപിച്ച് വിജയം കൈവരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് നടത്തുന്ന ആഘോഷത്തിനെ കുറിച്ചാണ് ദസറ എന്ന് പറയുന്നത്. അതായത് ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ദിവസം ആണ് ദസറ. ദസറ ഉത്സവത്തിൻ്റെ 9-ാം നാൾ ആയിരങ്ങൾ തടിച്ചുകൂടും കൊട്ടാരത്തിന് മുന്നിൽ. സ്വർണസിംഹാസനത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ചാമുണ്ടേശ്വരിയെ വരവേൽക്കാൻ ആയിരങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കും. അതേസമയം ഈ കൊട്ടാരത്തിൻ്റെ അടഞ്ഞുകിടക്കുന്ന വാതിലിനുള്ളിൽ രാജകുടുംബം ഭയന്ന് നിൽക്കുന്നുണ്ടാവും. അവർ ഭയക്കുന്ന സ്ത്രീരൂപത്തിൻ്റെ പേര് അലമേലമ്മ റാണി എന്നാണ്. 400 വർഷത്തിലധികമായി മൈസൂർ രാജകുടുംബം അവരുടെ ശാപത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. 1897 ഇന്ന് ഈ കാണുന്ന കൊട്ടാരം നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. കൊട്ടാരം ഇങ്ങനെ നവീകരിച്ചെടുക്കാനുള്ള കാരണമായി പറയുന്നത് ഓഡയാർ രാജകുമാരിയായ ജയലക്ഷ്മണിയുടെ വിവാഹ സമയത്ത് ഒരു തീപിടുത്തം നടക്കുകയും എന്നിട്ട് കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അന്നത്തെ രാജാവായ കൃഷ്ണരാജേന്ദ്ര ഓഡയാർ 4-ാമൻ്റെ നിർദ്ദേശപ്രകാരം അനുസരിച്ച് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ ഹെൻറി ഇർവിൻ്റെ മേൽനോട്ടത്തിൽ 15 വർഷത്തിനു ശേഷം 1912 ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരം പൂർത്തിയാക്കി. ഗോതിക്, റോമൻ, രജപുക്, മുഗൾ, അറബിക്, ഇന്ത്യൻ എന്നീ വാസ്തുവിദ്യയാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്വതന്ത്ര സമര വിജയത്തിന് ശേഷം രാജ്യം സ്വതന്ത്രമാകുകയും
പിന്നീട് ഈ കൊട്ടാരത്തിലുണ്ടായിരുന്ന കൊട്ടാരവാസികൾ ഇവിടുന്ന് മാറിപ്പോകുകയും ചെയ്തു. പിന്നീട് ഈ കൊട്ടാരം മ്യൂസിയം ആക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. 12ഓളം ക്ഷേത്രങ്ങൾ കൊട്ടാര വളപ്പിൻ്റെ അകത്തുണ്ട്. 3 നിലകളിലായിട്ടാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. 1940-ൽ കൊട്ടാരം നവീകരിച്ചിട്ടുണ്ട്. നിരവധി അമൂല്യ വസ്തുക്കൾ കൊട്ടാരത്തിൻ്റെ അകത്തുണ്ട്. ഏകദേശം ഒരു വർഷത്തിൽ 50 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നതാണ് കണക്ക്. നിലവിൽ ഈ കൊട്ടാരം സന്ദർശിക്കാൻ മുതിർന്നവർക്ക് 100 രൂപയാണ് ഫീസ്. രാത്രിയിൽ 1 ലക്ഷം ബൾബുകൾ ഒരുമിച്ച് പ്രകാശിച്ച് 172 വർണ്ണങ്ങളിലായി കൊട്ടാരം കാണാൻ അതിഗംഭീരമായിരിക്കും. പാദരക്ഷകൾ ഉപയോഗിച്ച് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം ഇല്ല. മൈസൂർ എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം ഉൾപ്പെടുന്ന നാടിനെ മൈസൂർ എന്നാക്കിയത് ബ്രിട്ടീഷുകാർ ആണ്. ഏകദേശം ഇന്നത്തെ 230ഓളം കോടി രൂപ ചിലവിട്ടാണ് അന്ന് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൊട്ടാരത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് നമുക്ക് നിരവധി കലാവിരുദ്ധങ്ങൾ കാണാം. എന്നെപ്പോലെ ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഇത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ്. ഇവിടെ അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ഓരോ വസ്തുക്കളും നമുക്ക് പ്രത്യേകമായിട്ട് കാണാം. അവർ അക്കാലത്ത് യൂസ് ചെയ്തിരുന്ന ഓരോ വസ്തുക്കളും ഇതിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് കാണാം. ഇത് അന്ന് അവർ അക്കാലത്ത് യൂസ് ചെയ്തിരുന്ന മിററായിരുന്നു. ഇതായിരുന്നു അവരുടെ ഏക ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ കവാടങ്ങളും അവർ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഈ കൊട്ടാരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ശാപകഥയുടെ ഐതിഹ്യം നമുക്ക് നോക്കാം. 1610 കാലഘട്ടത്തിൽ ഇവിടുത്തെ രാജാവ് തിരുമല രാജാവിന് രോഗം പിടിപെടുകയും അങ്ങനെ തിരുമല രാജാവ് ഇവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി രാജ്യകാര്യങ്ങൾ അലമേലമ്മ എന്ന തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ച് തലക്കാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ വെച്ച് രാജാവ് മരണപ്പെടുകയും ഇതറിഞ്ഞ അലമേലമ്മ റാണി തൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരം കാണാൻ വേണ്ടി അവിടേക്ക് പോകുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് രാജാ വോഡെയാർ ശ്രീലങ്ക പട്ടണം കീഴടക്കുകയും അവിടെ രാജാവായി വാഴുകയും ചെയ്തു. ഭർത്താവിൻ്റെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് അലമേലമ്മ റാണി കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു. ഇതറിഞ്ഞ അലമേലമ്മ റാണി തൻ്റെ ആഭരണങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് രഹസ്യമായിട്ട് കിടക്കുകയും തൻ്റെ ആഭരണങ്ങൾ എല്ലാം ഒരു പെട്ടിക്കകത്തിട്ട് രഹസ്യവഴിയിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. ഇത് അറിഞ്ഞ പട്ടാളക്കാർ അവരെ പിന്തുടർന്നു വന്ന പട്ടാളക്കാർ റാണിയെ കാണുന്നത് കാവേരി നദിയുടെ മുകളിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ഒരു പാറയുടെ മുകളിൽ നിന്നാണ് കാണുന്നത്. അവിടെ നിന്നും റാണി അവരോട് പറഞ്ഞു, നിങ്ങളുടെ അധിപനോട് പറയുക, ഞങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് തോൽപ്പിച്ചിട്ടുള്ളൂ, മരണം കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ മൈസൂർ പാലസ് എന്ന് പറയുന്ന ഈ പാലസിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ എനിക്ക് അറിയുന്നത് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓവറായിട്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോവുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.